പാട്ട് ഇഷ്ടം, പാട്ടിൽ ഇഷ്ടം അനിഷ്ടം ഒക്കെ സാധാരണ ആൾക്കാർ അധികം സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇപ്പോൾ നമ്മൾ അച്ഛനമ്മമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൾക്ക് ഇത് ഇഷ്ടമാണ്, അവൾക്ക് മറ്റത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്ന് വരും. അതിന് ചില അഭിപ്രായങ്ങൾ ഉണ്ടായിന്ന് വരും. എന്താ വെച്ചാൽ സംഗീതത്തിൽ നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധാരണ ഒരു ഫ്രിവിലസ് ആക്ടിവിറ്റി ആയിട്ടായിരിക്കും ആൾക്കാരുടെ. പല വീടുകളിലും വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ മ്യൂസിക് കേൾക്കുന്നുണ്ടാവും. എന്നാലും മിക്കവാറും ദ ഐഡിയ ഓഫ് മ്യൂസിക് ഈസ് സംതിങ് ദാറ്റ് അറ്റ് ബെസ്റ്റ് ഈസ് എൻ്റർടൈൻമെൻറ്റ് അല്ലേ? നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വൈകുന്നേരം പോയി ഒരു കച്ചേരി കേൾക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടിയിട്ടും ഇറ്റ് ഈസ് കൺസിഡേർഡ് സംതിങ് ദാറ്റ് അറ്റ് ബെസ്റ്റ് വുഡ് ബി കൺസിഡേർഡ് പാർട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ആൻഡ് ഇൻ ദ ഫാമിലി, വിതിൻ ദ ഫാമിലി യൂഷ്വലി ഇറ്റ് വുഡ് ബി ഡിസ്മിസ്ഡ് ആസ് എ ഹോബി എൻകറേജ് ചെയ്തു വരും, പാട്ട് ക്ലാസ്സിൽ ചേർത്തു എന്ന് വരും. വളരെ ചുരുക്കം ആൾക്കാർ സംഗീതം പഠിക്കും. അതിപ്പോൾ BA MA അല്ലെങ്കിൽ B Mus M Mus PhD ഒക്കെ വളരെ വളരെ അപൂർവമായിട്ട് ആൾക്കാർ ചെയ്തു എന്ന് വരും. പക്ഷേ യൂഷ്വലി മ്യൂസിക് ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻട്രസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഹോബി ആണ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുക. ക്യാൻ വി യൂസ് മ്യൂസിക് ആൻഡ് our own musical tastes to understand the society that we live in? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ, can we use music and musical tastes not only to understand the society that we live in, but to understand ourselves as social beings? അപ്പം നമ്മളുടെ മ്യൂസിക്കൽ ടേസ്റ്റ് നമ്മളെ സോഷ്യലി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ വെച്ചാണ് ഞാൻ ഡിസ്കഷൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഈ 5 പേര് റെസ്പോണ്ട് ചെയ്തതിൽ തന്നെ പലതരം കാറ്റഗറീസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ദാറ്റ് വെർ യൂസ്ഡ്? നോസ്റ്റാൾജിയ ഈസ് എ കാറ്റഗറി അല്ലേ? എല്ലാവരും മിക്കവാറും പേര് പറഞ്ഞു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ, കുറച്ച് നോസ്റ്റാൾജിയ ഉള്ളത്, പഴയ പാട്ടുകൾ. പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ വരും, പഴയ പാട്ട് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ കണ്ണിൽ വെള്ളം വരും. സോ നോസ്റ്റാൾജിയ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ഇൻ ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ റെസ്പോൺസസിന് നോസ്റ്റാൾജിയ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്. ചിലർ ക്ലാസിക്കൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമാണ്, ഒരാൾ ട്രെയിനിങ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കർണാട്ടിക് മ്യൂസിക്കിൽ. അപ്പോൾ അതിൽ ഒരു കാറ്റഗറി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസിക്കൽ നോൺ ക്ലാസിക്കൽ അല്ലേ? നൗ അതിൽ തന്നെ ആർ ദീസ് സോഷ്യൽ കാറ്റഗറീസ്, ആർ ദീസ് കാറ്റഗറീസ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ? ക്ലാസിക്കൽ എന്നുള്ളത് ചിലർക്ക് ക്ലാസിക്കലോ എനിക്ക് ക്ലാസിക്കലൊന്നും കേൾക്കാൻ വയ്യ, അത് വല്ലാതെ ഒരു കട്ടിയായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ബോറടിക്കും എന്നുണ്ട്. വേറെ ചിലർ എനിക്ക് ക്ലാസിക്കൽ തന്നെ കേൾക്കണം, ബിക്കോസ് മൈ ടേസ്റ്റ്സ് ആർ മച്ച് ഹയർ ദൻ അതർ പീപ്പിൾസ് ടേസ്റ്റ്. സോ this kind of category, for example, of classical and non-classical, or classical and സാധാരണ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ മ്യൂസിക് എന്ത് തരാണ്, എനിക്ക് ഫോക്ക് മ്യൂസിക് ഇഷ്ടമാണ്, എനിക്ക് ക്ലാസിക്കലൊന്നും ഇഷ്ടമല്ല എന്ന് പറയും. ക്ലാസിക്കൽ ഈസ് യൂസ്ഡ് ഇൻ ഓപ്പോസിഷൻ ടു ഫോക്ക് വെരി ഓഫൻ, or classical is used in opposition to what might be considered popular music. പോപ്പുലർ മ്യൂസിക് ഇപ്പോൾ സിനിമ പാട്ടാണെങ്കിലും എന്താണെങ്കിലും അതിൽ ക്ലാസിക്കൽ എലിമെൻറ്റ്സ് ഉണ്ടായിന്ന് വരും. പക്ഷേ ഒരു സിനിമ പാട്ടിൽ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കായിട്ട് അംഗീകരിക്കില്ല അല്ലേ? അപ്പോൾ ഇത്തരം പലതരം കാറ്റഗറീസും ഉണ്ട്. അതുമാത്രമല്ല, ഈ കാറ്റഗറീസിനുള്ളിൽ തന്നെ നമ്മളുടെ തന്നെ മനസ്സിൽ കൂടുതൽ ഇഷ്ടം കുറവ് ഇഷ്ടം എന്നുള്ളതിൽ തന്നെ പലപ്പോഴും സുപ്പീരിയർ ഇൻഫീരിയർ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷനും കൂടിയും വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി certain musics are become categorized as superior. Classical അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെസ് നോൺ ക്ലാസിക്കൽ ആണെങ്കിൽ അത് അത്ര എളുപ്പമല്ല. ലൈറ്റ് മ്യൂസിക് എന്നല്ലേ പറയുക, കേരളത്തിൽ തന്നെ നമ്മൾ ലൈറ്റ് മ്യൂസിക് എന്നാണ് പറയുക. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റത് ഹെവിയാന്നല്ലേ അതിൻ്റെ അർത്ഥം. സോ ഓട്ടോമാറ്റിക്കലി വി ആട്രിബ്യൂട്ട് എ superiority and inferiority to certain kinds of music. Okay, we might not necessarily like that supposedly superior music, okay, but still we accept അത് കുറച്ച് കട്ടിയായിട്ടുള്ള കാര്യമാണ്. വേറെ ക്ലാസിക്കൽ മ്യൂസിക് ലൈറ്റ് ആണെന്ന് ഒരു മനുഷ്യനും പറയില്ല, ആരും പറയില്ല. ഓ അത് വളരെ എളുപ്പമാണെന്ന് ആരും പറയില്ല. വേറെ വാട്ട് ഈസ് ദ ഫാക്ട് ആക്ച്വലി?
Are all classical musics very difficult? Not necessarily. Are all so-called non-classical musics very easy? എല്ലാവർക്കും പാടാൻ പറ്റുമോ? Non-classical ആയിട്ടുള്ള പലതരം വാട്ട് ആർ നോട്ട് കൺസിഡേർഡ് ക്ലാസിക്കൽ മ്യൂസിക്സ് ഒരുപാട് കോംപ്ലെക്സ് ആയിട്ടുള്ള മ്യൂസിക്സ് ഉണ്ട്. എല്ലാവർക്കും പാടാനൊന്നും പറ്റില്ല. എന്നാലും അത് ലൈറ്റ് മ്യൂസിക്കിൻ്റെ കാറ്റഗറിയിലായിരിക്കും. അപ്പം ഞാൻ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ, ഈ നമ്മളുടെ ഇഷ്ടങ്ങളിൽ കൂടെ തന്നെ നമുക്ക് ഈ പല കാറ്റഗറീസും അറിയാൻ പറ്റും. കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ഓരോന്ന് കേൾക്കും. അവൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്ന ആളാണ്, വളരെ സീരിയസ് ആയിട്ട് മ്യൂസിക് കേൾക്കുന്ന ആളാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നന്നായി പാടാൻ പറ്റുകയാണെങ്കിൽ ഒരു മ്യൂസിക് കോഴ്സിൽ എൻറോൾ ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ പോയി മ്യൂസിക് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര കട്ടിയായിട്ടുള്ള മ്യൂസിക് പഠിക്കാനായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സൊസൈറ്റിയിലുള്ള ഡിവിഷൻസ് ഉള്ള പോലെ, വെദർ ഇറ്റ് ഇസ് ക്ലാസ്, വെദർ ഇറ്റ് ഇസ് കാസ്റ്റ്, വെദർ ഇറ്റ് ഇസ് ജെൻഡർ, ആൻഡ് the higher lower distinction that is made in society, better not so good distinctions that are made in society also automatically get attributed to music. And so the way we ourselves attribute that can be an interesting way of understanding how we locate ourselves in society. Appo classical musicians for some reason are considered superior musicians, even if people think they are boring. പലർക്കും ഇഷ്ടമായിന്ന് വരില്ല, പക്ഷേ എന്നാലും ക്ലാസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സീരിയസ്നെസ് ഉണ്ട്. So where does all this come from? Where does all this come from? Is it about actual aesthetics? Is it about technical features of the music? Or is it about societal distinctions? This is something that I want you to think about. So when we talk about music of different kinds, and when we evaluate music of different kinds, inbuilt into it is not only our own social location, but also an understanding of society that is handed down to us. അപ്പോൾ നമ്മളുടെ class structure or caste structure or gender division or all of that also gets reflected in the way in which musical systems get structured. So music might be a hobby, might be something that I like for entertainment, okay, might be something, but is not something that does not carry with it as much value, but it can also be a means through which we can understand society very, very, very deeply. So this is an important point that I want to make. I want to move to the next point. ഇപ്പോൾ മ്യൂസിക്കൽ കൂടി നമുക്ക് സൊസൈറ്റിയെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ do we also practice exclusion through music? Can music or any other art form, for example, become a way of classifying us and the other? Okay? Because in society, as societal beings, we habitually say, അത് നമ്മളെ പോലെയൊന്നുമല്ല. ടിപ്പിക്കലല്ലേ, നമ്മളെല്ലാവരും പറയും നമുക്ക് എല്ലാവർക്കും ഒരു അതർ ഉണ്ട്, അല്ലെങ്കിൽ പല അതേഴ്സും ഉണ്ടായിന്ന് വരും. നമ്മളെ പോലെയൊന്നും അല്ല അവർ. അത് ജാതിയാവാം, മതമാവാം, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ആവാം. ഇറ്റ് കുഡ് ബി സോ മെനി. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഹൗഎവർ മച്ച് വി തിങ്ക് വി ആർ ട്രൈങ് ടു ഗെറ്റ് ഓവർ ഇറ്റ്, ഇൻ സം വേ ഓർ ദി അതർ വി പ്രാക്ടീസ് ദ ഐഡിയ ഓഫ് us and them. Now, how does music reflect that? And what I'm going to do is to give you some examples where music has become a way of expressing the difference between us and them in different contexts which have had very serious implications. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മ്യൂസിക്കിനെ ഒരു എൻ്റർടൈൻമെൻറ്റോ ഹോബിയോ ആണെന്ന് മാത്രമേ പലപ്പോഴും വിചാരിക്കുള്ളൂ. പക്ഷേ മ്യൂസിക് ഹാസ് ബീൻ എ വേ ത്രൂ വിച്ച് very serious distinctions have been actually expressed. So I'm going to give you some examples by which hopefully this will be clear.
യൂറോപ്യൻസ് ബാക്കി ലോകത്ത് പോയി കോളനൈസ് ചെയ്തതിന് ശേഷം പൊളിറ്റിക്കൽ ഡോമിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ അറൗണ്ട് ഒരു 1857 കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാർ കാര്യമായിട്ട് ഇന്ത്യൻ കൾച്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ വാട്ട് കോസ് ദ 1857 റിബെല്യൻ, വാട്ട് വർ ദ കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഓൾസോ വെർ ഇമ്പോർട്ടൻറ്റ് ഇൻ so many people rising against British colonialism. They wanted to understand, because if they did not try and understand what Indian society was like, it would make it difficult for them to govern. So 1860s തൊട്ടൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള എക്സസൈസസ് ഉണ്ടായിട്ടുണ്ട് to go out and try and understand what these people are about. Not only in India, colonialism ഉണ്ടായിട്ടുള്ള പല ഭാഗത്തും ഇതുണ്ടായിട്ടുണ്ട്. ആൻഡ് അതിൽ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു പീപ്പിൾ ലിസൺ ടു ഇൻ ദിസ് കൺട്രി എന്നുള്ളത് ഒരു വലിയൊരു എക്സസൈസ് ആയിരുന്നു. ആൻഡ് ഇൻ ജനറൽ ദ ലാർജർ കൺക്ലൂഷൻ, ചിലരൊക്കെ സം പീപ്പിൾ ട്രൈ ടു ജെന്യുവൻലി അണ്ടർസ്റ്റാൻഡ് ഈവൻ ദ ബ്രിട്ടീഷ്, ബട്ട് ഇൻ ജനറൽ ദ മ്യൂസിക് ഓഫ് ദ non-European music was dismissed as noise. ഇത് കുറേ ശബ്ദം ഉണ്ടാക്കുകയാണ്, ഇവർക്ക് സംഗീതമൊന്നുമല്ല, ഞങ്ങളുടെയാണ് ഒത്തൻറ്റിക് ആയിട്ടുള്ള സംഗീതം. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ഈസ്, യൂറോപ്യൻ മ്യൂസിക് ഈസ് ദ കറക്റ്റ് മ്യൂസിക്, വേറസ് non-European music and primarily colonies ഉണ്ടായിരുന്ന മ്യൂസിക് അത് it's merely noise എന്നായിരുന്നു. Now why was that the case? Was it merely because they hated us? Was it merely, they thought that people in the colonies were savages. They thought that, culture illiyatha aalkarana, nammal, we will civilize the native and so on. But there was also another genuine problem. There was a genuine problem which came from the history of European music from the 18th century onwards. European classical music was created, ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സംശയം ചോദിക്കണേ. European classical music, roughly from the 17th, 18th century onwards, was defined in a particular way. After the Enlightenment, the idea was that to introduce European culture as rational and scientific. അപ്പോൾ rational and scientific ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് ഓൾസോ ഹാസ് ടു ബി കോൾഡ് rational and scientific. Now, as part of the rationalization of Western classical music, ഒരുപാട് ചേഞ്ചസ് വന്നു. ഞാൻ കുറച്ച് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കി തരാം. ഈ സരിഗമ പദനിസ നമ്മുടെ ഒക്ടേവ് ഉണ്ടല്ലോ, അത് ഇറ്റ്സ് ഗവേൺ ബൈ ദ ലോസ് ഓഫ് ഫിസിക്സ്. ആൻഡ് ഈ നമ്മൾ ഈ സരിഗമ പദനിസ എന്ന് പറയുന്നത് ദേ ആർ ഫ്രീക്വൻസീസാണ്. അപ്പോൾ ആ ഫ്രീക്വൻസീസ് ഒരു സ്കെയിലിനുള്ളിൽ പല പോയിൻറ്റ്സിലായിരിക്കും ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസീസ് വരുന്നത്. അതിൻ്റെ പക്ഷേ സാ തൊട്ട് രീ വരെയുള്ള ഡിസ്റ്റൻസ്, രീ തൊട്ട് ഗാ വരെയുള്ള ഡിസ്റ്റൻസ്, ഗാ തൊട്ട് മാ വരെയുള്ള ഡിസ്റ്റൻസ് കുറേശ്ശെ വ്യത്യാസമുണ്ട്. എക്സാക്ട് ഡിസ്റ്റൻസ് അല്ല. ബൈ ദ ലോസ് ഓഫ് ഫിസിക്സ്, വാട്ട് ദ യൂറോപ്യൻസ് ഡിഡ് was to create a new scale which broke up the natural scale into rational intervals. അപ്പോൾ ഈ ഡോരെ മീ ഫാ സോലാറ്റി എന്നുള്ള അവരുടെ the European scale actually was constructed as a rational scale, and the piano was created as an instrument which can play the rational scale. Now there's nothing wrong in it. People should be free to create whatever music they want. The only problem is if that is considered superior and others are considered inferior. അപ്പോൾ പറ്റിയത് എന്താ വെച്ചാൽ, so now the reason why that rational instrument therefore could also be written down. അപ്പോൾ ഈ നോട്ട്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും വെസ്റ്റേൺ ക്ലാസിക്കലിൽ. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിന് നൊട്ടേഷൻ ഇല്ലാതെ പ്ലേ ചെയ്യാനും പറ്റില്ല. വിച്ച് ഇസ് വൈ ഈ ഷീറ്റ് മ്യൂസിക് നമ്മൾ കാണുന്നുണ്ടല്ലോ, നൊട്ടേഷൻ ഷീറ്റ്സ്. വെസ്റ്റേൺ ക്ലാസിക്കൽ ദേ വിൽ ഓൾവേസ് പ്ലേ വിത്ത് എ നൊട്ടേഷൻ ഷീറ്റ്. ആൻഡ് സോ വാട്ട് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് rationalization of the musical system was that certain notes which were in between
അതിന് സെമി ടോൺസ്, ക്വാർട്ടർ ടോൺസ്, മൈക്രോ ടോൺസ് എന്നൊക്കെയാണ് പറയണത്. They disappeared. They don't use them. The piano cannot play many of those tones. So to cut a very long story short, what I'm trying to say is that കൊളോണിയൽ ടൈംസിൽ ഇന്ത്യ പോലെയുള്ള നാട്ടിൻപുറത്തേക്ക് ബ്രിട്ടീഷുകാർ ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ ചെവി ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് they were not able to hear the music because they were so accustomed to a certain kind of music. Okay? Similarly, നമുക്കും അതെ, പലതരം മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് നോയ്സായിട്ട് തോന്നും, ഇത് ഭയങ്കര ബഹളമാണ്, എനിക്കിഷ്ടമല്ല എന്ന് തോന്നും. ബട്ട് ദാറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് അവർ ഇയേഴ്സ് ആർ നോട്ട് അക്കസ്റ്റംഡ് ടു ദാറ്റ്. നമ്മളുടെ മ്യൂസിക്കൽ സിസ്റ്റംസിൽ ആ തരം നോയ്സസ് ഫെമിലിയർ അല്ല. അതന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈലർ സ്വിഫ്റ്റ്, Eminem, whatever it is, became familiar for you, so your ears got acclimatized to it. And so if you ask me, there is no problem. People should be free to create anything, define anything as music. And the problem occurs when one is called superior and another is called inferior. The problem, and that is what, so does that attribution of superiority or inferiority, does that come from actual qualities of the music or does it come from power? Okay, so those who are powerful tend to then dominate the narrative and say this is superior and this is inferior. അപ്പോൾ ഞാൻ വളരുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ, അതത്ര സീരിയസ് ആയിട്ടുള്ള മ്യൂസിക്കല്ല, ഇത് അത്ര ബുദ്ധിമുട്ടുള്ള മ്യൂസിക്കല്ല. നൗ ചില പാട്ടുകൾ കുറേ കൂടിയും ബുദ്ധിമുട്ടാണ് പാടാൻ, ചില പാട്ടുകൾ അത്ര ബുദ്ധിമുട്ടില്ല പാടാൻ. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റീസ് കാരണമാണോ അതോ ഈ സോഷ്യൽ ഇവാലുവേഷൻസ് കാരണമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ സോ യു മൈറ്റ് ഹാവ് സിംപ്ലർ ട്യൂൺസ്, യു മൈറ്റ് ഹാവ് മോർ കോംപ്ലെക്സ് ട്യൂൺസ്. ദ ഐഡിയ ഈസ്, ആർ സിംപ്ലർ ട്യൂൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ പീപ്പിൾ ഹു ഡോണ്ട് have power in society, and is complexity only possible if you have higher class position or higher caste position? So that, and historically all over the world, these ideas of superiority and complexity have been associated with superior social position. So this is another thing that I wanted you all to think about. അപ്പോൾ ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ example is an interesting example to understand how power got structured on a global scale. പക്ഷേ നമ്മളെല്ലാവരും in our own micro worlds we recreate it. And between musicians there is a lot of this evaluation. കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക് തമ്മിൽ ഓൾവേസ് കോമ്പറ്റീഷൻ ആയിരുന്നു, ഏതാണ് ഭേദം എന്നുള്ളത്. കർണാട്ടിക് മ്യൂസിഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇസ് ഡിസ്മിസ്ഡ് ആസ് നോട്ട് വെരി serious. Now Hindustani musicians കർണാട്ടിക്കിൽ രാഗം പാടുന്നത്, I mean unless they are people who appreciate both, പക്ഷേ അവർ പറയും അത് അവരുടെ രാഗവിസ്താരം വളരെ മെക്കാനിക്കലാണ്. Now both of these are dependent on particular kinds of histories. Carnatic music, ഒന്നാമത് ഈ കർണാട്ടിക് ഹിന്ദുസ്ഥാനി എന്നുള്ള ഡിസ്റ്റിങ്ഷൻ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷനാണ്. പക്ഷേ ഈവൻ ഇഫ് യു വാണ്ട് ടു സേ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ കൈൻഡ്സ് ഓഫ് മ്യൂസിക്, ആ മ്യൂസിക്സ് തന്നെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയത് 13th century ഒക്കെ ആയിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് അത്ര ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടായിരുന്നില്ല, റീജിയണൽ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നോർത്ത് നിന്നും സൗത്ത് നിന്നുമുള്ള ഡിസ്റ്റിങ്ഷൻസ് 13th century ഒക്കെ ആകുമ്പോഴേക്കേ വരുന്നുള്ളൂ. സോ ആൻഡ് ഈ ഡിസ്റ്റിങ്ഷൻസ് വരുന്നത് are also because of social change, different kinds of historical developments and different kinds of societal changes that come. ഈ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഘരാന എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഘരാന എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് മ്യൂസിക്. നൗ ഘരാനാസ് തമ്മിൽ യൂഷ്വലി ദേ വിൽ നെവർ മിക്സ്. ഇപ്പോൾ ആൾക്കാർ കുറേ കൂടിയൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഘരാനയിലുള്ള ആൾ വേറൊരു ഘരാനയുടെ സ്റ്റൈലിൽ പാടി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ പീപ്പിൾ ആർ വെരി പ്രൗഡ് ഓഫ് ദെയർ ഘരാന. ഞാൻ ഇന്ന ഘരാനയിൽ പറഞ്ഞ അതേ ഒരു സ്റ്റൈലിൽ പാടണം എന്നൊക്കെയാണ് നിയമം, അല്ലെങ്കിൽ പെർഫോം ചെയ്യണം എന്നാണ് നിയമം.
Now, if you look at the history of gharanas, very often these gharanas came into existence because of some particular kind of social upheaval. So one context in which suddenly a lot of gharanas came up was very rapid urbanization. Early 20th century, India pala bhagathum valare rapid urbanization vannu. Bombay, Madras, I mean North India or North or Western India, Bombay, Delhi ഒക്കെ വളരെ വേഗം urban centers ആയിട്ട് develop ചെയ്യാൻ തുടങ്ങി.